ഇപ്പോൾ പീഡിയാട്രീഷ്യൻസ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ മണ്ണിൽ കളിക്കാൻ അനുവദിക്കണം എന്നാണ്. അതുമാത്രമല്ല സൈക്കോളജിസ്റ്റുകൾ ട്രോമ, ഡിസ്ട്രസ് പോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും സാൻഡ് പ്ലേ എന്നുള്ളതൊരു തെറാപ്യൂട്ടിക് ടെക്നിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവുമല്ലോ. കുഞ്ഞുങ്ങളെ മണ്ണിൽ കളിപ്പിക്കണം എന്ന് പറയുമ്പോൾ എപ്പോഴും പാരൻസിനും ഗ്രാൻഡ് പാരൻസിനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. നമ്മൾ 1 വയസ്സിന് മുമ്പായിട്ട് തന്നെ മണ്ണ്, പൊടി, അഴുക്ക് അല്ലെങ്കിൽ പെറ്റ്സ് ഉണ്ടല്ലോ, പെറ്റ്സിൻ്റെ കൂട, ഇതുമായിട്ടൊക്കെ എക്സ്പോഷർ കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് അലർജിക് ഡിസീസസ് അല്ലെങ്കിൽ ശ്വാസം മുട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ കുറവായിട്ടാണ് പഠനങ്ങളിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ്, ഇത് ഇവരുടെ സെൻസറി ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. അതായത് മണ്ണിലേക്ക് കൈകൊണ്ടോ കാലുകൊണ്ടോ ഒക്കെ കഴിക്കുമ്പോൾ അത് ടച്ച് ചെയ്ത് അവരുടെ ആ ഒരു സെൻസ് ഓഫ് ടച്ചിനെയാണ് അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ ആ ഒരു എർത്തി സ്മെൽ, നമ്മൾ മണ്ണിലേക്ക് കളിക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ല് അവരുടെ ആ ഒരു സെൻസ് ഓഫ് സ്മെല്ലിനെയും ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ മണ്ണിൽ കളിക്കുന്നത് കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കും? കാരണം മണ്ണിലോ അഴുക്കിലോ ഒക്കെയുള്ള ഹെൽത്തി ബാക്ടീരിയ കുട്ടികളുടെ സെറോട്ടോണിൻ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതായിട്ട് പല സ്റ്റഡീസിലും കണ്ടിട്ടുണ്ട്. ഈ സെറോട്ടോണിൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഇത് ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉള്ള പേഷ്യൻസിൽ ലോ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഹെൽത്തി ബാക്ടീരിയ സെറോട്ടോണിൻ പ്രൊഡക്ഷനെ ഇംപ്രൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യിപ്പിക്കുമ്പോൾ അത് ഈ ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള ഡിസോർഡേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൽ നിന്നൊരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതുകൂടാതെ കുട്ടികളുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യുക, ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക തുടങ്ങിയ മറ്റൊരുപാട് ബെനിഫിറ്റ്സും മണ്ണിൽ കളിക്കുന്നതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മണ്ണിൽ കളിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അസുഖം വരും എന്ന് ഓർത്ത് പേടിക്കേണ്ട. അത് അവരുടെ ഫിസിക്കൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും ഒരുപോലെ നല്ലതാണ്.